ഇന്ന് വീണ്ടും നമ്മളൊരു ഫ്ലൈറ്റ് യാത്ര നടത്താൻ പോവുകയാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കൈറോയിൽ നിന്ന് ബഹ്റിനിലേക്കാണ് നമ്മുടെ യാത്ര. കൈറോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ കുറച്ച് നേരം കറങ്ങി നടന്നു. ഈജിപ്റ്റ് സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ കണ്ടു. ഒന്നും വാങ്ങിയില്ല. ഫുഡ് കോർട്ടിലെ ബർഗർ കിങ്ങും ഒക്കെ കണ്ടു. അതിനുശേഷം ഇവിടെ ക്രിസ്മസൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈജിപ്തിലെത്തിയതെങ്കിലും ഇപ്പോഴും ആ ഒരു ക്രിസ്മസിൻ്റെ വൈബിലാണ് ഈ ഒരു എയർപോർട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് ട്രീയും ഒക്കെ കണ്ടുകൊണ്ട് നേരെ ചെക്കിനിലേക്ക് ഞാൻ പോയി. ഗൾഫ് എയറിൻ്റെ ഒരു വിമാനമായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലെഗ് സ്പേസ് ഒട്ടും ഇല്ലാതിരുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു വന്നത്. പുത്തൻ ഫ്ലൈറ്റൊക്കെ ആയിരുന്നു, പക്ഷേ ഇൻ ഹൗസ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഫ്ലൈറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അടുത്ത പ്രതീക്ഷ മീൽസിലായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ സർവ് ചെയ്തു. കോഫിയും മെയിൻ കോഴ്സായിട്ട് ഞാനൊരു ഓംലേറ്റാണ് ചൂസ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ കുബൂസ് പോലുള്ള ബ്രെഡ്, സാധാരണ ബണ്ണാണ് കിട്ടുന്നത്. ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് കുബൂസ് പോലത്തെ ബ്രെഡ് കിട്ടി. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ, ഒരു ക്യാൻ പോലത്തെ ഇതിൽ വെള്ളം, പിന്നെ നമ്മുടെ ഓംലേറ്റ്, കട്ട് ഫ്രൂട്ട്സ്, ഇത്രയാണ് ഉണ്ടായിരുന്നത്. കട്ട് ഫ്രൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആവശ്യത്തിന് ഫ്രൂട്ട്സൊക്കെ വച്ചിട്ടുള്ള പോലെ തോന്നി. മെയിൻ കോഴ്സ് നോക്കുമ്പോഴാണ് ആകെ ശോകമൂകമായി പോയത് ഞാൻ. ഇതാണ് അവർ തന്ന ഓംലേറ്റ് എന്ന് പറയുന്ന സാധനം. സൈഡിൽ കുറച്ച് ചില്ലിയുടെ പോലുള്ള ഒരു ചട്നി ഉണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് അതേപോലെ കട്ട് ചെയ്തിട്ടതുപോലെയാണ് കാണാനായിട്ട്. കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഒരു ശോകം ആയിട്ടുള്ള അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. ഓംലേറ്റും ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ഫുഡ്സിൽ വളരെ മോശമായിരുന്നു. ആകെ തണുത്ത് ഒരു ബാറ് പോലെ, ഒരു കട്ട പോലെ ഇരുന്ന ഒരു ഓംലേറ്റാണ് എനിക്ക് കിട്ടിയത്. പൊട്ടാറ്റോയുടെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, യാതൊരു വിധത്തിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. വളരെ തണുത്ത് ഉറഞ്ഞ ഒരു മീലായിരുന്നു ഗൾഫ് എയറിൽ നിന്ന് ഈ ഒരു സെക്ടറിൽ എനിക്ക് കിട്ടിയത്. ഈ കുബൂസും പറയത്തക്ക ആ ഒരു സോഫ്റ്റ്നെസ്സോ ആ ഒരു ചൂടോ അങ്ങനത്തെ യാതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു. ചായയിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എന്ത് റിവ്യൂ പറയാനായിരുന്നു. അത് കിട്ടിയ ചായ നമ്മൾ മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഫുള്ളായിട്ടൊക്കെ അങ്ങ് കുടിച്ചു. നമ്മൾ ഫുഡ് എവിടെയും വേസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് എല്ലാ സാധനവും നമ്മൾ ഫിനിഷ് ചെയ്തു. പറ്റാത്തത് മാത്രമേ നമ്മൾ കഴിക്കാതിരിക്കാറുള്ളൂ. പിന്നെ കട്ട് ഫ്രൂട്ട്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് വെറൈറ്റി മസ്ക് മെലണും ഓറഞ്ചും പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.